അപ്പോൾ നിങ്ങളോട് തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടായിരിക്കും. നമ്മളൊരു ത്രെഡ്മില്ല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നതാണ് നമ്മുടെ 15,000 താഴെ അത്യാവശ്യം നല്ല ത്രെഡ്മില്ല് ഏതാ, അതുപോലെ തന്നെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ത്രെഡ്മില്ല് ഏതാ, അതുപോലെ തന്നെ ഓൺലൈൻ. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഓൺലൈനിൽ ഇപ്പോൾ ഇഷ്ടം പോലെ ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ റീസെന്റ് തന്നെ നമ്മളിപ്പോൾ ഫുൾ വർക്ക് ഫ്രം ഹോമും സംഭവങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും വീട്ടിൽ കുറച്ച് എക്സസൈസും സംഭവങ്ങളൊക്കെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് അത്യാവശ്യം ഹെൽത്തിനും സംഭവത്തിനൊന്നും നല്ലതല്ലോ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് എന്താ പറയുക, ഇടയ്ക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നോർമലി കാലത്ത് ഉപയോഗിക്കുമ്പോൾ കാലത്ത് നടക്കാൻ പോകുന്നതിന് പകരം വേണമെങ്കിൽ ഉപയോഗിക്കാം. എയറോബിക് എക്സസൈസ് ആണ് നിങ്ങൾക്ക് അറിയാം ത്രെഡ്മില്ല്. അപ്പോൾ അതിന് വേണ്ടി പർപ്പസ് ഞാൻ വാങ്ങിച്ചാണ്. എനിക്ക് അത്യാവശ്യം നല്ല ഓഫറും സംഭവങ്ങളൊക്കെ കിട്ടിയിരുന്നു. നമ്മുടെ ലൈഫ് ലോങ്ങിന്റെ പ്രോ എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഇതിന് ഇപ്പോൾ പ്രൈസ് കാണിക്കുന്നത് 16 സംതിങ് ആണ്. എനിക്ക് 10,500 സംതിങ് പ്രൈസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി ആമസോണിനാണ് വാങ്ങിച്ചത്. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്, പക്ഷേ ഞാൻ ആമസോണിനാണ് വാങ്ങിച്ചത്. ഫ്ലിപ്കാർട്ടിൽ ആക്ച്വലി ഒരു 500 രൂപ കുറവുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ 500 സംതിങ് കുറവുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആമസോണിൽ തന്നെ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിന് ഭയങ്കര വിശ്വാസമായതുകൊണ്ട് ഞാൻ അത് വേണ്ടാന്ന് വെച്ചതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഡാമേജ് സംഭവങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ പിന്നെ പൂലിവാലും ചിലപ്പോൾ കയ്യിൽ നിന്ന് 10,000 ചിലപ്പോൾ ഫുള്ള് പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വേണ്ടാന്ന് വെച്ചു. 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ പോട്ടെ എന്ന് ചോദിക്കാൻ. അതുകൊണ്ട് ഞാൻ ആമസോണിന് ഓർഡർ ചെയ്തു. പക്ഷേ ഡെലിവറിക്കാരാണ് എന്താ പറയുക ഷിപ്പ് ചെയ്തത്. അതായത് കൊറിയർ ഷിപ്പ് ചെയ്തത് ഡെലിവറി ആയിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അത് ഡയറക്റ്റ് ബ്രാൻഡാണ് ഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന എന്താ പറയുക കൊറിയർ എന്ന് പറയുന്നത് ഡെലിവറിക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ലേറ്റും അത്യാവശ്യം നല്ല ലേറ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 8 ദിവസമൊക്കെ പിടിച്ചതുകൊണ്ട്. അപ്പോൾ ഈ 2 ദിവസം മുമ്പ് നമുക്ക് ഇത് വന്നത്. അപ്പോൾ നമ്മുടെ ഒരു കസിന്റെ മാരേജ് സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കത് സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ സംഭവങ്ങളൊക്കെ ഒരു എന്താ പറയുക ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. 24 കിലോ ഒക്കെ ഉള്ളൂ മാക്സിമം. മോട്ടറൈസർ ആണ്, 2 HP മോട്ടറാണ് വരുന്നത്. നമുക്ക് റിമോട്ട് കൺട്രോൾ ഉണ്ട്. അപ്പോൾ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. ഡിസ്പ്ലേ ഒക്കെ താഴെ വരുന്നത് ഒരു ലൈഫ് ലോങ്ങിന്റെ വേണമെങ്കിൽ ഒരു എൻട്രി ലെവൽ മോഡൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാനൊക്കെ അതൊക്കെ ധാരാളമാണ്. അപ്പോൾ എന്തായാലും അത് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് ത്രെഡ്മില്ലിലേക്ക് പോകാം. അപ്പോൾ ഇതിലാണ് നമ്മുടെ ഈ ബോക്സിലാണ് ഇത് വന്നത് കേട്ടോ. അപ്പോൾ ഇത് ഡയറക്റ്റ് ലൈഫ് ലോങ്ങിന്റെ ബോക്സ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ പേര് വരുന്നത് ഫിറ്റ് പ്രോ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് പേര് കാണുന്നതായിരിക്കും ലൈഫ് ലോങ്ങിന്റെ. അപ്പോൾ ഇവർ ശരിക്കും ആക്ച്വലി ഇവർക്ക് അതാണ് സംഭവം കണ്ടു. ആമസോണിന്റെ ബ്രാൻഡ് നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത്. ഞാൻ കാണുന്നത് റൂം കാണിച്ചത്. നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് നമ്മുടെ എന്താ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇത് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന വേറെ സംഭവമാണ്. നിങ്ങൾക്ക് അറിയാം ട്വിസ്റ്റർ. ഇതാണ് നമ്മുടെ ഇത് കേട്ടോ. ഉണ്ടോ, നല്ല എന്താ പറയുക ഭയങ്കര സ്ലിമ്മാണ്. മാനേജ് ചെയ്യാൻ സംഭവങ്ങളൊക്കെ ഭയങ്കര സുഖമാണ്. ഇതാണ് ഇത് മാത്രമേ ഫിറ്റ് ചെയ്യാറുള്ളൂ. ഇതിൽ ഫിറ്റ് ചെയ്യുള്ളൂ. ബാക്കി എല്ലാം ഫിറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പണിയൊന്നുമില്ല ശരിക്കും. ഇത് മാത്രം 2 സ്ക്രൂ അതിലുണ്ടായിരിക്കും. ഓൾറെഡി അതിൽ എന്താ പറയുക അക്സസറീസ് സംഭവങ്ങളൊക്കെ നമ്മുടെ ബോക്സിലുണ്ട്. ഫിറ്റ് ചെയ്യാത്തേ ഉള്ളൂ. അപ്പോൾ ഇതിലൊക്കെ അതിലുണ്ടാകുന്നതാണ്. ഇതാണ് അതിൻ്റെ റിമോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അത് കണക്ട് ചെയ്ത് കാണിച്ചാൽ നമ്മുടെ പുറത്തിവിടെ ഇതില്ല. ഇതാണ് റിമോട്ട് കണ്ടോ. ഇത് നമ്മുടെ ഓൺ ചെയ്യാനും ഇത് നമ്മുടെ സ്പീഡ് കൂട്ടാനും കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഡിസ്പ്ലേ വരുന്നത് ഇവിടെയാണ് കണ്ടോ. ഈ സാധനം അത് എന്തായാലും കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാ കണ്ടോ. ഇപ്പോൾ ഈ ഒരു പ്ലഗ് ഇതിന് ലെങ്ത്ത് ഭയങ്കര കുറച്ച് കുറവാണ് കേട്ടോ. ഇത്ര ലെങ്ത്ത് ഉള്ള സാധനം 1 മീറ്റർ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കണക്ട് ചെയ്യാം. ഞാൻ അവിടെ കുത്തി കണ്ടു. നമുക്കവിടെ ഓൾറെഡി ഡിസ്പ്ലേ വന്നു കണ്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ വേണമെങ്കിൽ കൺട്രോൾ ചെയ്തിൽ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ സൗണ്ട് വരണം കേട്ടോ. ഒരു 3 സെക്കൻഡ് എടുക്കും, എന്നിട്ട് ഓൺ ആവും കണ്ടോ. നമുക്ക് വേണമെങ്കിൽ സ്പീഡ് കൂട്ടാം. നമുക്ക് 8 കിലോമീറ്ററിൻ്റെ സ്പീഡ് വരെ ഉണ്ട് കണ്ടോ. ഇതിൻ്റെ കൂടെ നമുക്കൊരു ഓയിൽ കിട്ടും. അപ്പോൾ ഈ ഓയിൽ സൈഡിലൊക്കെ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ നമുക്ക് കറക്റ്റായി സ്മൂത്തായിട്ട് പോകുള്ളൂ. നമുക്ക് വേണമെങ്കിൽ സ്പീഡ് കൂട്ടാം. ഇതിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ കണ്ടോ. മാക്സിമം സ്പീഡാണത്. ഞാൻ മാക്സിമം സ്പീഡിലിട്ട് കാണിച്ചു തരാം. 8 കിലോമീറ്റർ ആണ് കണ്ടോ. ഇതാണ് മാക്സിമം സ്പീഡ്. അപ്പോൾ സൗണ്ട് ഒരു ആവറേജ്, വലിയ സൗണ്ടൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് കേട്ടോ. ഉണ്ട് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് അടിയിൽ ഇതിൻ്റെ ചക്രവും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓഫ് ചെയ്യാം. ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. എന്നെ സർവീസും സംഭവങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. എന്തായാലും ലൈഫ് ലോങ് വലിയ കുഴപ്പമില്ലാത്ത ബ്രാൻഡാണ്. ഇതിൻ്റെ കുറച്ച് പ്രൊഡക്ട്സുകളും സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ലൈഫ് ലോങ് അറിയാം. ഇത് സംഭവം മെയ്ഡ് ഇൻ ചൈന തന്നെയാണ്. അവർ ബ്രാൻഡ് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ഈ ഡിസൈനിൽ കുറേ ബ്രാൻഡുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ലൈഫ് ലോങ്. എന്താ വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സർവീസും സംഭവങ്ങളൊക്കെയാണ്. ഭയങ്കര ബെസ്റ്റ് ഒന്നും ഞാൻ പറയില്ല. എന്ന് വെച്ചാൽ ഇതെല്ലാം റീബ്രാൻഡിങ് ഇന്ത്യൻ കമ്പനിയാണ് ലൈഫ് ലോങ് എന്ന് പറയുന്നത്. ഇതാണ് സംഭവം. നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഓയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അതിന് ഓയിൽ അതിൻ്റെ ബോക്സിലുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കാന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു മന്തിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ സ്മൂത്തായിട്ട് ഓടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചക്രമൊക്കെ ഉണ്ട്, വേണമെങ്കിൽ അത് മാറ്റി വെക്കാം. ഉന്തി കൊണ്ടുവന്ന് നടക്കാം. വേണമെങ്കിൽ ഇത് ഊരി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കറക്കരയിലേക്ക് എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഭയങ്കര അത്രയ്ക്കും സ്ലിം സാധനമാണ്.
അപ്പോൾ ഞാൻ എന്തായാലും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങളൊരു എന്താ പറയുക ഫിറ്റ്നസ് നോക്കാൻ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ ഒരു ത്രെഡ്മിൽ നോക്കുന്നുണ്ടെങ്കിൽ ഹൈലി റെക്കമെൻഡ് സംഭവം തന്നെയാണ്. ഇതൊക്കെ മതി. പിന്നെ നമുക്കിവിടെ ഉണ്ട് ഒരു പവർ ബട്ടൺ ഉണ്ട്. ഇത് ഓഫ് ചെയ്താൽ പിന്നെ കിട്ടില്ല. ഇവിടെ നമുക്കിവിടെ അതിൻ്റെ ലൈഫ് ലോങ്ങിൻ്റെ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ കാണിച്ചു തരാം. കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാതെ അവർ ഇതൊക്കെ ചെറുതായിട്ട് പൊടിയും സംഭവമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാതെ ഇത് മോഡൽ ഓൾറെഡി ഇൻബിൽഡ് ബാറ്ററി ആയിട്ട് വന്നേക്കണം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുളത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് മൊബൈൽ ഇവിടെ വെക്കാനുള്ള ഒരു പാഡ് ഉണ്ട്. ശരിക്കും അത് വേണമെങ്കിൽ ഇവിടെ ഇത് വെക്കാനുള്ളതാണ്. മൊബൈൽ വേണമെങ്കിൽ വെക്കാം. സംഭവം കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന കിട്ടൊക്കെ ധാരാളമാണ്. വലിയ 30,000-40,000 കൊടുത്ത് ചിലവാക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഈസിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിന് ഇൻസ്റ്റാളേഷൻ സംഭവമൊന്നും ഇല്ല കേട്ടോ. വന്ന ഉടനെ ചെയ്യുക. ഈ സാധനം നിങ്ങൾക്ക് ആവശ്യം വെക്കാന്ന് വെച്ചാൽ പിടിക്കാൻ ആവശ്യം വരും. ഇത് പക്ഷേ ഇതിനൊരു കോൺ എനിക്ക് ബെനിഫിറ്റ് തോന്നിക്കുന്നത്, ഒരു നെഗറ്റീവ് തോന്നിക്കുന്നത് വെച്ചാൽ ഈ സാധനത്തിന് ഹൈറ്റ് കുറവാണ്. പക്ഷേ നമ്മൾ കയറി നിൽക്കുമ്പോൾ ഉണ്ട്, ഞാനിപ്പോൾ ഇവിടെ കയറി നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഹൈറ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ചിലപ്പോൾ കുനിയേണ്ടി വരും. അങ്ങനെ ഒരു കുഴപ്പം എനിക്ക് ഫേസ് ചെയ്തു. അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും കാണാനില്ല കേട്ടോ. വലിയ എന്താ പറയുക കോൺസ് നെഗറ്റീവ് പറയാനൊന്നുമില്ല. ഈസിയായിട്ട് തന്നെ സുഖമായിട്ട് വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എൻ്റെ ലൈഫ് ലോങ്ങിൻ്റെ ബ്രാൻഡിങ് കാണാം. സംഭവം കുഴപ്പമൊന്നുമില്ല. ഫിനിഷിങ് സംഭവങ്ങളൊക്കെ കൊള്ളാം. എല്ലാം ഓവറോൾ വാല്യൂ ഫോർ മണി തന്നെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വേണമെങ്കിൽ നമ്മുടെ ആമസോണിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.